അപ്പൊ നെബ്ലു ആൻഡ് എസി എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മളുടെ ലിയോ കുട്ടന്റെ ബർത്ത്ഡേ ആണെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലിയോ ഫസ്റ്റ് ബർത്ത്ഡേ, അതെ 1 വയസ്സ് തികയാണ്. വയസ്സ് പറഞ്ഞുകൂടാന്നാണ്, ബർത്ത്ഡേ എന്ന് വയസ്സ് പറഞ്ഞുകൂടാന്നാണ് എല്ലാം പറയുന്നത്. അപ്പൊ നമ്മളതൊന്ന് ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. അവനാണ് ഞങ്ങൾക്കെല്ലാം. അതെ അതെ, നമുക്ക് കാരണം വെച്ചാൽ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾ കഷ്ടതകളൊക്കെ നിറഞ്ഞ സമയത്ത് ഒരു 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 രസമായിട്ട് നമ്മൾ ലൈഫിലോട്ട് വന്നതാണ് അവൻ. അവന്റെ കളിയിലും ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തതാണ് ഇടയ്ക്ക് വെച്ച്. നമ്മളെ ആദ്യ പെറ്റും കൂടെയാണ് അല്ലേ? നമ്മൾ ആദ്യ പെറ്റാണ്. നേരത്തെ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് പെറ്റ് ആയതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സ്പെഷ്യാലിറ്റി ആണ്. ഭയങ്കരമായിട്ട് കൊഞ്ചിച്ച് അതിൻ്റെതായ വിളിച്ച് അങ്ങോട്ട് പോവാ. നോക്കാതെ നമ്മൾ അധികം സ്നേഹിക്കാതെ വളർത്തുന്ന കുറച്ച് പേരുണ്ട്. അവരാണെങ്കിൽ നമ്മളെ കാണുമ്പോ ഓടി വരും, ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. ഇങ്ങനെ ആക്കിയിട്ട് ഒരൊറ്റ ഞങ്ങൾക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനും ഭയങ്കര സ്നേഹമാണ് നമ്മളെ അടുത്ത്. നമ്മള് ഉറങ്ങിയൊക്കെ കിടക്കുന്ന സമയത്ത് അവൻ വന്ന് പതിയെ വന്ന് നമ്മളെ മണപ്പിച്ചു അങ്ങനെ കിടക്കുമ്പോൾ മാത്രമേ വരുള്ളൂ. പൂച്ചോടെ സാധാരണ അങ്ങനെ വരും, അല്ലെങ്കിൽ ഭയങ്കര ജാളിയാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അവന് ഭയങ്കര അത് സ്നേഹമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോള് മാറും. ക്യാൻറ്റീനിൽ ഉദിക്കണം. കേക്കില്ല കേട്ടോ, കേക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്പെഷ്യൽ നമ്മൾ വിചാരിച്ചൊരു വലിയ മീൻ വാങ്ങിച്ച് അവിച്ചു കൊടുക്കാൻ വിചാരിച്ച ആദ്യം. പക്ഷെ മീൻ തിന്നൂല, ക്യാറ്റ് ഫുഡ് മാത്രമേ കഴിക്കൂ. അപ്പൊ ക്യാറ്റ് ഫുഡും ട്രീറ്റും വെച്ച് നമ്മൾ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി അവന് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് ചാടി മേലെ ഓടി എന്റെ സെലിബ്രേഷൻ പൊക്കാൻ പോയത്. അപ്പൊ നമ്മള് കടയിൽ പോയി കുറച്ച് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ, ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്, ബലൂൺ ഉണ്ട്, പിന്നെന്തുണ്ട്, ക്യാൻഡിലുണ്ട്, പിന്നെ അവന്റെ നമ്മൾ ടൈ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ടൈ ഉണ്ടാക്കി നമ്മൾ. കാരണം അവന്റെ അവർക്ക് ബ്ലാക്ക് അല്ലേ, ബ്ലാക്കിൽ ഇപ്പം ചോപ്പ് റെഡ് ടൈ കൂടെ ഇട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പൊ വലിയ ഹാപ്പി ബർത്ത്ഡേ. ഇത് എവിടെ തൂക്കുമെന്നോ സ്ഥലം ഞങ്ങളെ ബർത്ത്ഡേ പോലെ ആഘോഷിച്ചിട്ടില്ല ഞാൻ ഇന്നേ വരെ. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമാവാൻ പോകുന്നു, ഇതുവരെ എവിടെ ഓരോണം ആഘോഷിച്ചു. വീട്ടിൽ വെച്ചോണം ആഘോഷിച്ചു. ഞാൻ ഇന്നേ വരെ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. ഒരു കേക്ക് കൊണ്ടുവന്ന് മുറിച്ച് അത് തന്നെ ആഘോഷം. പിന്നെ എല്ലാം എന്തൊരു ആഘോഷം. ഇത് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഊതി പെരുക്കാം. ഇതാണ് അവന്റെ ട്രീറ്റ് കേട്ടോ. അവന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്. ചിക്കൻ ആൻഡ് ലിവറാണ്, അതിൻ്റെ പേസ്റ്റാണ്. ഐസ്ക്രീം പോലെ ഇരിക്കും ഇത്. പിന്നെ അവൻ്റെ നമ്മളെ ഡ്രൈ ഫ്രൂട്ടാണ്. ഇത് അവൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒരു കാടിച്ചൊരു കീറുമല്ലോ. കിടക്കണുണ്ടോ, ബർത്ത്ഡേ ബോയ് കിടക്കണുണ്ടല്ലയോ. അവൻ്റെ ബാൽക്കണി കാഴ്ച അതാ ഇതിനിടയിൽ കൂടെയാണ്. മഴ വന്നാലും എന്തായാലും അവൻ ഇതിലേ കൂടെ കിടക്കും. ചില സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ചാടാറുണ്ട്. പിന്നെ നമ്മൾ അവനെ തിരിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് വെള്ളം കോരി ഒഴിക്കും. അല്ലേടല്ലയോ, കണ്ടോ കിടക്കുന്ന കണ്ടോ, ഇതേപോലെ കിടക്കും. എത്ര നേരം വേണോ കിടക്കും, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ബലൂണുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് റിബൺ ഉണ്ടാക്കണം. ക്യാൻഡിലുണ്ട്, കണ്ടോ 1 വയസ്സിൻ്റെ ക്യാൻഡിൽ. നമ്മളെ ലിയോ കിളവനായി നമ്മളെ അവനെ എടുക്കാൻ പോയപ്പോഴും ഒറ്റയ്ക്കാണ് കിടന്നത്. അതുപോലെ അവനൊരു പല്ലില്ലായിരുന്നു, പക്ഷെ വന്നല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും പല്ല് വന്നു. അത് മറ്റേ കുഞ്ഞിരത്തെ പല്ലില്ലേ, അങ്ങനെ പല്ല് കൊഴിഞ്ഞു പോയതായിരുന്നു. ഭയങ്കര പേടിയാണ്. പൊസിഷനിൽ നിന്ന് അവൻ എഴുന്നേറ്റ്. അപ്പൊ പൂച്ചക്കുട്ടന്മാരെ വീഡിയോ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ വരും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂച്ചക്കുട്ടന്മാരെ വീഡിയോകള്. നമുക്ക് ആകെ ടോട്ടലി 4 പൂച്ചയാണുള്ളത്. അതിലൊരാളിപ്പം എന്നെ പോലെയാണ്, ഗബ്രിണിയായി. ഒരാള് ഗബ്രിണിയായി. 1 വയസ്സാവണേന് മുന്നേ അവൻ അച്ഛനായി. ലിയോ അച്ഛനായി 1 വയസ്സാവണേന് മുന്നേ. അപ്പൊ നമ്മൾ ഒട്ടിക്കാൻ പോവാണ്.
എല്ലാം ഓക്കെ. ഇനി അടുത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കണം. കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫുഡും ട്രീറ്റും കൂടെ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അടുത്ത കാണാം. ഭയങ്കര വരല്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അങ്ങനെ മീനെ കണ്ട വരച്ച് തള്ളണം. ഞാൻ മീൻ വരച്ചാൽ വിറ്റാതെ ഞാൻ തടിമാടാൻ മീനെ ഞാൻ വരയ്ക്കും. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. സൂപ്പറല്ലേ? ഒരു പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന കുറച്ച് ഓവറല്ലേ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അല്ലേ അവൻ അത്രയ്ക്ക് സ്പെഷ്യലാണ്. അത്ര സ്പെഷ്യൽ ആയത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവനൊന്നും മനസ്സിലാവുമോ ഇല്ലയെന്നൊന്നും അല്ല, നമ്മളെ ഇഷ്ടമാണ്. പൂച്ചകളെയും പട്ടിയും ഒക്കെ അല്ലെ പെറ്റായിട്ട് അവർക്ക് മനസ്സിലാവും എന്താണെന്ന്. ഓവറാണെങ്കിലും ഒരു കുഴപ്പമില്ല. അവന് ഇത് കുറഞ്ഞു പോയെന്നേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങളെ ടൈ നമ്മൾ കെട്ടാൻ പോവേണ്. കേക്ക് മിക്കവാറും കേക്ക് മുറിക്കണതിന് മുന്നേ അവൻ തിന്ന് തീർക്കും. അപ്പൊ നമ്മുടെ ലിയോയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഉള്ളൂ, സെക്കൻഡ് ഇല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലിയോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കണ്ടോ? ഇങ്ങനെ വേണം പൂച്ചകളെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാൻ. കേക്കില്ല, നമ്മൾ ഉണ്ടാക്കിയ കേക്ക്. എന്ത് എവിടെ നിന്ന് തിന്നിട്ടെന്ന് അറിഞ്ഞൂടാ. തൊപ്പിയൊന്നും അവന് വേണ്ട. തൊപ്പിയൊക്കെ ഊരി കളഞ്ഞു. അവന്റെ കംഫർട്ട് മാനിച്ച് നമ്മൾ തൊപ്പിയൊക്കെ മാറ്റി കൊടുത്തു. ഇതാണ് നമ്മളുടെ ആഘോഷം. ഇത്രേ ഉള്ളൂ. പല പല കാര്യങ്ങൾ ഇനി ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പം നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇനി അഡൽട്ട് ഫുഡ് അതിന് മുമ്പ് അച്ഛനായി പോണത്. ബൈ.